എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിനമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇനി അങ്ങോട്ടും നല്ലൊരു ദിനമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു അവസ്ഥയാണ്. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കിട്ടിയാൽ അതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം ചിന്തിച്ച് കാട് കയറുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് ഒരു ചെറിയ കാര്യമെന്ന് തോന്നാം, എങ്കിലും ഉള്ളിൽ നടക്കുന്നത് ഒരു വലിയ യുദ്ധം തന്നെയല്ലേ? ശരിക്കും അതങ്ങനെ തന്നെയല്ലേ? ഒരു ചെറിയ സംഭവത്തിന് പോലും നമ്മൾ മണിക്കൂറുകളോളം നമ്മളത് വീണ്ടും വീണ്ടും മനസ്സിൽ വെച്ച് റീപ്ലേ ചെയ്ത് അതിന് എന്ത് സംഭവിക്കാം, ഫ്യൂച്ചറിൽ അതിൻ്റെ അപ്കമിങ്സ് എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ വളരെയധികം സമയമെടുത്ത് ചിന്തിക്കുന്നു. കഴിഞ്ഞു പോയൊരു സംഭവത്തെക്കുറിച്ച് പോലും നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ട് അല്ലേ? നമ്മൾ കറക്റ്റായിട്ടാണോ സംസാരിച്ചത്, അവരെന്ത് വിചാരിച്ചിരിക്കാം എന്നെക്കുറിച്ച്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, നാളെ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ എന്ത് ചെയ്യും? ഈ ചിന്തകളൊന്നും നമ്മളിൽ ഒരു അവസാനം ഉണ്ടാവില്ല. പക്ഷെ ഒരു സത്യം പറയട്ടെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് വളരെ ലഘുവായ ഒരു കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ ഹെൽത്ത് വൈസ് ആണെങ്കിലും മെന്റൽ വൈസ് ആണെങ്കിലും നമുക്കത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. അതെങ്ങനെ നമുക്ക് കവർ ചെയ്യാം, അല്ലെങ്കിൽ ഓവർ തോട്ട് അല്ലെങ്കിൽ ഓവർ തിങ്കിങ് നമുക്ക് എങ്ങനെ കുറച്ച് കൊണ്ടുവരാം എന്നുള്ളത്, അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഒരു ആൻസർ പറയണ്ട എന്നുള്ളതാണ്. ചാടിക്കേറി പറയുക എന്ന് നമ്മൾ പറയും. അത് വേണ്ട. ഒരു മൊമെന്റ് നമ്മളൊന്ന് ചിന്തിച്ച് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ കഴിഞ്ഞു പോയതിനെ കുറിച്ചുള്ള ഓവർ തിങ്കിങ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അല്ലേ? പിന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വേണ്ടിയും എന്ത് ചെയ്യേണ്ട, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്താണോ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ഡിസിഷൻ എടുത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊന്നും നമ്മൾ ഒരുപാട് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം അതൊരു പക്ഷെ പറഞ്ഞു കൊടുത്താൽ മതിയായിരിക്കും. ഈ വഴിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓവർ തിങ്കിങ് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഒരു വഴി എന്ന് പറയുന്നത് കുറച്ച് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഓവർ തിങ്ക് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുന്ന മൊമെന്റിൽ നമ്മളതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫോഴ്സ്ഫുള്ളി സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റ് അതിനകത്ത് വേണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് നമ്മൾ ആ ചെയ്യുന്ന ഇമാജിനേഷൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ആ വഴിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർ തിങ്കിങ് അവസാനിപ്പിക്കാൻ പറ്റും. നമ്മൾ ഓവർ തിങ്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യങ്ങൾക്കും മാറ്റം വരുന്നില്ല. വരാനുള്ളത് എന്തായാലും വഴിയെത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്ന് തന്നെയാവും. നമ്മൾ ഓവർ തിങ്ക് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തൊട്ട് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക, ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരിക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇങ്ങനത്തെ വീഡിയോകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകൾ വീണ്ടും കിട്ടാൻ എൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ. ബൈ.